കേരള വനം വകുപ്പ് മികച്ച പരിസ്ഥിതി പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പരമോന്നത ബഹുമതിയായ സംസ്ഥാന വനമിത്ര പുരസ്കാരത്തിന് മുണ്ടക്കയം ടി.ആർ.ആൻഡ്.ടി എസ്റ്റേറ്റിലെ തൊഴിലാളിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുനിൽ സുരേന്ദ്രനെ തേടിയെത്തി. സുനിലും കുടുംബവും കഴിഞ്ഞ 4 വർഷമായി നടത്തിവന്നിരുന്ന വ്യത്യസ്തങ്ങളായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് വനമിത്രയ്ക്ക് തെരഞ്ഞെടുത്തത്. പൂമരത്തണൽ എന്ന പേരിൽ സുനിലും ഭാര്യ സുനീഷയും മക്കളായ അർജുൻ, അഭിമന്യു എന്നിവർ ചേർന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ തികച്ചും സൗജന്യമായി നടുകയും വിതരണം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വനം മന്ത്രി എ.കെ. ശശീന്ദ്രനിൽ നിന്നും വനമിത്ര പുരസ്കാരം സുനിൽ സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. ശ്രീ സുനിൽ സുരേന്ദ്രൻ, ഇടുക്കിയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ശ്രീമതി സിന്ധു പി, റീജിയണൽ മാനേജർ, മാതൃഭൂമി കൊച്ചി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി കാവൽ മരം എന്ന് പേരിട്ടുണ്ടായിരുന്നു സുനിലിന്റെ പൂമരത്തണലിന്റെ ആദ്യ വനവൃക്ഷ വ്യാപനം കേരള യാത്ര നടത്തിയത്. ഇതിൽ ഏകദേശം 21,000-ഓളം വൃക്ഷത്തൈകൾ നടുവാനും വിതരണം ചെയ്യുവാനും സാധിച്ചു. രണ്ടാമത്തെ വൃക്ഷവ്യാപനം കേരള യാത്ര പ്രശസ്ത കവിയത്രിയും സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗത സൂക്ഷ്മം വനം എന്ന പേരിലായിരുന്നു നടത്തിയത്. 170 ദേവാലയങ്ങളിൽ ഗുരുവൃക്ഷം എന്ന പേരിൽ വൃക്ഷത്തൈകൾ നട്ടു. ഇത് 7 ജില്ലകളിൽ പൂർത്തിയാക്കി. തോട്ടം തൊഴിലാളിയായ തന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുകയിൽ നിന്നാണ് പൂമരത്തണലിന്റെ പ്രവർത്തനങ്ങൾ സുനിൽ സുരേന്ദ്രൻ നടത്തുന്നത്. 1/4 നൂറ്റാണ്ടായി സാമൂഹിക പ്രവർത്തനായിരുന്ന സുനിലിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. 2008 മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള സംസ്ഥാന യുവജന കാര്യ മന്ത്രാലയത്തിന്റെ പുരസ്കാരം, 2010 കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് യൂത്ത് അവാർഡ്, പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നന്മമരം സംസ്ഥാന അവാർഡ്, അമൃതദേവി പുരസ്കാരം, സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം എന്നിങ്ങനെ നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.